നമസ്കാരം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഒരുപക്ഷെ കന്നിക്കൂറ് ജനിച്ചവർക്ക് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ എല്ലാ പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. എന്നാൽ തുലാക്കൂറ് ജനിച്ചവർക്കാണെങ്കിലോ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടും. രണ്ടാമത്തെ പകുതിയിൽ ഇതിനുള്ള ഒരു അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. ആയതുകൊണ്ട് ഏതു വിധത്തിലും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ ഒരു മാസത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മസംയമനം പാലിക്കണം, ആത്മനിയന്ത്രണം വേണം. ഒരു എടുത്തുചാട്ടവും ഒരു കാര്യങ്ങൾക്കും അരുത്, നന്നല്ലാത്തതാണ്. പ്രത്യേകിച്ച് ഈ മാസം അരുതാത്തതാണ്. പൊതുവെ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുമെങ്കിലും ദൂരയാത്രകളും സമ്മർദ്ദവും വർദ്ധിക്കുമെങ്കിലും യാതൊരു കാരണവശാലും ഉള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് ഗുണകരമല്ല. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. വാക്ക് തർക്കങ്ങൾ ബന്ധുക്കൾ തമ്മിലോ സഹപ്രവർത്തകർ തമ്മിലോ ബന്ധുക്കൾ തമ്മിലോ ഉള്ള വാക്ക് തർക്കങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുകയായിരിക്കും നന്നാവുക. ബന്ധുമിത്രാദികളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പ്രകൃതിയിലെ വ്യത്യാസങ്ങളെ കൊണ്ട്, പ്രകൃതിയിലെ ക്ഷോഭങ്ങളെ കൊണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ സ്വല്പം നാശനഷ്ടങ്ങൾ അനുഭവപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി അവധിയെടുത്ത ആശുപത്രിവാസം വേണ്ടിവരും. വാക്ക് തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് വഴി മനസ്സമാധാനം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും ചിത്ര നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.